എവിടാ? ഏത് ഭാഗത്ത്? ഞാൻ പറയുന്നുണ്ട് കാര്യം ഒക്കെ ശരി, പക്ഷെ ഒന്ന് വൈകുന്നേരത്ത് കണ്ടില്ലെങ്കിൽ ശരിയാവില്ല കേട്ടോ. സതീഷ, ഞാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ചെക്കൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. ഞാനത് കൊടുക്കും, ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടേ കൊടുക്കും. നീ എത്ര ആൾക്കാരും ഇതുപോലെ പിരിച്ചിട്ടുണ്ട്? നീ ഇപ്പം എൻ്റെ അടുത്ത് ആദ്യം 35 ഒരു 20 എനിക്ക് തിരിച്ചു തന്നു. കാര്യമില്ല, ഇത് ബാക്കി 15 താ. അത് തരണമല്ലോ. അപ്പോൾ ഇങ്ങനെ 10 ആളുടെ അടുത്ത് നിനക്ക് 15 വെച്ച് നീ എടാ, നിൻ്റെ കളികളൊക്കെ എനിക്കറിയാം. എടാ, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയല്ല, മനസ്സിലായോ? ഉള്ള കാര്യം ഞാൻ പറയാം. എന്താ വണ്ടി പോയാൽ പോലെ കാര്യം പറ, എന്താ സംഭവം? പറയണം. അതല്ല, നീ 10 പൈസയല്ലേ കയ്യിൽ. വീട്ടിലെ അവസ്ഥ ആലോചിക്കുകയാണെങ്കിൽ ആകെ മാനസികമായിട്ട് തളർന്നിരിക്കുക. ആ സമയത്താണ് എത്ര തവണ വിളിച്ചു എന്നറിയോ? ഒരു തവണയെങ്കിലും ഒരു റിപ്ലൈ തരണ്ടേ? അതായത് നിനക്ക് അവളോട് തോന്നുന്ന ഇഷ്ടം അവൾക്ക് നിന്നോട് തോന്നിയാലല്ലേ കാര്യമുള്ളൂ. അങ്ങനെ വാശി പിടിക്കാൻ പറ്റുമോ നിനക്ക്? പക്ഷെ എത്രയുടെ 4 വർഷമായി പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു തവണയെങ്കിലും പറഞ്ഞുകൂടായിരുന്നില്ലേ? ഒറ്റ തവണ 4 വർഷമായിട്ട് ഒരു മെസ്സേജ് റിപ്ലൈ. എനിക്ക് മനസ്സിലാക്കേണ്ടത്, അവൾ നിന്നെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യുന്നുണ്ടോ, ചിരിക്കുന്നുണ്ടോ? അവൾ ആദ്യമൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊന്നും ആർക്കും വേണ്ട. പിന്നെന്താ നീ ഇതേ വർത്താനം പറഞ്ഞോണ്ടിന്ന് കാര്യമില്ല. നീ ആളെ പ്രാന്താക്കാണ്ട്. നിനക്കൊന്നും പറഞ്ഞുള്ള പരിപാടിയല്ല. വീട്ടിലെ സിറ്റുവേഷൻ നിനക്കറിയാം. എടാ, വീട്ടിലെ പണി ഉണ്ടായിട്ട് എത്ര ദിവസമായി എന്നറിയാം. എല്ലാം കൂടെ ആലോചിക്കുമ്പോൾ മനുഷ്യന് ആത്മഹത്യ ചെയ്താൽ മതി. ചത്തിട്ടും പിടിച്ചിട്ടൊന്നും കാര്യമില്ല. ചത്ത നിനക്ക് പോയി, നിനക്ക് നിൻ്റെ കുടുംബത്തിനും പോയി, അവൾക്കൊരു പുല്ലും പോകാനില്ല. നീ അവളുടെ ഡീറ്റെയിൽസ് എനിക്കിതാ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിനക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ. ഒന്നും വേണ്ട, എല്ലാം പോട്ടെ. എടാ പുല്ല്, എന്താ അവളുടെ പേരെന്താ പറഞ്ഞത്? നവ്യ. നീ പഠിക്കണ്ട, ഞാൻ റെഡിയാക്കി തരാം. ഒന്നും ശരിയാവാൻ പോലടാ, നമ്മളൊക്കെ ചാവനാണ്. ചാവ് പോകണം. എന്താണ് ഒരു പെണ്ണിന് വേണ്ടിയിട്ട്? എന്തേ ചാവണില്ലേ? പോടെ ചവി കിടന്നിട്ട് ആവശ്യമുള്ള നേരത്തെ ഒന്നും കത്തൂല്ല. ഹലോ ഹലോ ഹലോ, ഞാൻ വരാം. എടാ മനു, നീ എന്ത് കാണിച്ചിട്ടാ ഫോണിൽ നവ്യ തിരിച്ചു വിളിച്ചത്? അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഡിലീറ്റ് ഫോമിൽ കൊടുത്തത്. അതെന്താണെന്നുള്ളത് നമുക്ക് വ്യൂവേഴ്സിന് വിട്ടു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് നവ്യയ്ക്ക് മനു അയച്ച മെസ്സേജ്? അതിലേറ്റവും നല്ല കമൻറ്റ് നമ്മൾ അടുത്ത എപ്പിസോഡിനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.